السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. പേജ് നമ്പർ 551. പേജ് നമ്പർ 551. 4 ആയത്തുകൾ എടുത്ത് സൂറത്ത് സൊഫ് അല്ലെ. പേജ് നമ്പർ 551 സൂറത്ത് സൊഫ് 4 ആയത്തുകൾ എടുത്തു. 5-ാമത്തെ ആയത്ത് മുതലാണ്. അപ്പൊ നമ്മളത് ഒന്നിച്ചെന്നാണ് ഓതി നോക്കല്ലേ. തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം. يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص. وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. فلما جاءهم بالبينات قالوا هذا سحر مبين. ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. يا أيها الذين آمنوا كونوا أنصار الله
كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. അപ്പോ ആകാശഭൂമികളിലുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ അഖില വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങൾ വാക്കും പ്രവൃത്തിയും വിരുദ്ധമായി വരുന്നത് സൂക്ഷിക്കണം. വാക്കിനെതിരെ പ്രവൃത്തിയും പ്രവൃത്തിക്കെതിരെ വാക്കും വരുന്നത് അള്ളാഹുവിന് വലിയ കോപമുണ്ടാക്കുന്ന സംഗതിയാണ്. വിശ്വാസി സമൂഹമേ, അള്ളാഹു നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യം അള്ളാഹുവിന് വേണ്ടി പോരാട്ടമെങ്കിൽ പോലും അണിയായി ഐക്യത്തോടുകൂടി നിൽക്കുക എന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്വൻ കഅന്നഹും ബുൻയാനും മർസൂസ്. അത് കെട്ടുറപ്പുള്ള ഒരു കെട്ടിടം പോലെയായി തീരണം നിങ്ങൾ എന്നിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇവിടെ ഉപയോഗിച്ച പദം ഖിതാൽ എന്നാണ്. ഖിതാൽ എന്നാൽ സായുധ പോരാട്ടം എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വര്യൻ ചോദിച്ചു, നബിയെ, മുസ്ലിമീങ്ങളും അവരുടെ ശത്രുക്കളും തമ്മിലൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഒരാൾ തന്റെ മുൻവൈരാഗ്യം തീർക്കാനുള്ള ഒരു സ്റ്റാൻസായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ച് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. മറ്റൊരാൾ താനൊരു ധീരനാണെന്ന് മാലോകരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയും ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. ഇനി ഒരാൾ താനൊരു പേരെടുക്കാൻ വേണ്ടി ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. ഇതിലേതായിരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ. അള്ളാഹുവിന്റെ കലിമ, ഇഅലാഉ കലിമത്തില്ല, അള്ളാഹുവിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റുള്ളതിനേക്കാൾ ഉയർന്നു നിൽക്കുവാൻ വേണ്ടി ആർ പരിശ്രമിക്കുന്നുവോ ഫഹുവ ഫീ സബീലില്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമായി അള്ളാഹു നടത്തുന്നുണ്ട്. അത് വാക്കുകൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, ഒരു നോട്ടം കൊണ്ടാകാം, സ്വന്തം പദവിയും അധികാരവും അതിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടാവാം, ഒരു സായുധ പോരാട്ടവുമാവാം. അപ്പൊ ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല അതിനർത്ഥം എന്ന് ഞാൻ പറയും. പക്ഷെ എന്താണെങ്കിലും ഈ സമൂഹം അള്ളാഹുവിന് വേണ്ടിയുള്ള പോരാട്ടത്തിലും അവരുടെ കെട്ടുറപ്പിനെയും, അതവർ സ്നേഹിക്കുന്നിടത്താണെങ്കിലും ദയ കാണിക്കുന്ന വാത്സല്യം കാണിക്കുന്നിടത്താണെങ്കിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് പറഞ്ഞത്, തറൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ് എന്നാണ്. അവർ പരസ്പരം കരുണ കാണിക്കുന്നിടത്തും പരസ്പരം ആനുകമ്പ കാണിക്കുന്നിടത്തും പരസ്പരം സ്നേഹിക്കുന്നിടത്തുമൊക്കെ ഒരൊറ്റ ശരീരമായിട്ടാണ് മുസ്ലിം സൊസൈറ്റിയെ കണ്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുക. വേറിട്ട മനുഷ്യരായിട്ടല്ല, അവർ ഒന്നാണ്. ആ ഒന്നിച്ചു നിൽക്കുന്നതിനെയാണ് അള്ളാഹുവിന് ഇഷ്ടം. എന്തെങ്കിലും കാരണമുണ്ടാക്കിയ കണ്ടാമുണ്ടാത്ത ഭിന്നിച്ച് നടക്കുന്ന ഒരു സൊസൈറ്റി അല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുസ്ലിം വിഭാഗം. അവർ യോജിക്കാവുന്ന പരമാവധി മേഖലകളിൽ യോജിച്ചുകൊണ്ട്
വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് മറ്റുള്ളവരെ കൂടെ നിർത്തുന്നവരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുസ്ലിം സമുദായം എന്നാണ് അർത്ഥം. അതേസമയത്ത് തിന്മകളിൽ യോജിക്കുകയുമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ സംഗതി ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ എന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, നീ നിന്റെ സഹോദരനെ സഹായിയാക്കണം. അയാൾ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുമ്പോഴും അയാൾ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോഴും നീ അയാളെ സഹായിക്കണം. എന്നെ നിങ്ങളെ ആൾക്കാരെ തല്ലാൻ വരുമ്പോൾ നിങ്ങളെന്നെ സഹായിക്കണം, സംരക്ഷിക്കണം. ഞാൻ ആൾക്കാരെ തല്ലാൻ പോകുമ്പോഴും നിങ്ങളിന്റെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് സ്വഹാബത്തിനിടയിൽ ഒരു പങ്കക്കുണ്ടായില്ല സംശയം. തല്ലാൻ പോണ ആളെ സഹായിക്കലും അടിവെട്ടി കൊടുത്തോണ്ടല്ലേ അല്ലേ, അല്ലെങ്കിൽ ഉരുളക്കല്ല് എടുത്തു കൊടുത്തോണ്ട് അങ്ങനെയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ മദ്ലൂമിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ളാലിമിനുള്ള സഹായം എന്താ? അക്രമിയെ എങ്ങനെ സഹായിക്കാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്രമിയുടെ കൈ പിടിച്ചുകൊണ്ട് അയാളെ സഹായിക്കണം, തടയണം അയാളെ. അയാൾ ആ അക്രമം ചെയ്താൽ അയാൾ നരകത്തിലാകും. അതുകൊണ്ട് അയാളെ നരകത്തിൽ പോകാതെ സഹായിക്കലാണ് നിങ്ങളുടെ തടസ്സമില്ല. അപ്പോഴും നമ്മൾ ആരാണ്? നമ്മുടെ സഹോദരങ്ങളെ അവർ ആക്രമിക്കപ്പെടുമ്പോൾ ദുനിയാവിൽ നിന്നും അവർ മറ്റുള്ളവരെ ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരെ പരലോകത്ത് നിന്നും രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി അപ്പോഴും ഒരുമിച്ച് നിൽക്കണം എന്ന് പഠിപ്പിച്ചു നമ്മളെ. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. ഇത് ഈ ആയത്താണ് നമ്മൾ പറഞ്ഞു പോയതാണത്. ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ സഫ് നിൽക്കേണ്ടത് എങ്ങനെ എന്നതിന് തെളിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി വെച്ചത്. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഒരു ഇടയില്ലാതെ വിടവില്ലാതെ പരസ്പരം ചേർന്ന് വളവില്ലാതെ തിരിവില്ലാതെ ഒരൊറ്റ മതിൽക്കെട്ട് പോലെ ബുന്യാനും മർസൂസ് പോലെ നിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നത് കൂടി നമ്മൾ ഓർക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയം, ഇത് കാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി. മൂസാ നബി അലൈഹി സ്വലാമിന് രണ്ട് തരത്തിൽ നിന്നാണ് എതിർപ്പുകൾ ഉയർന്നത്. ഒന്ന് നമുക്കറിയാവുന്നത് പോലെ ഫിറൗനിൽ നിന്നും ഫിറൗന്റെ വംശമായ ഖിബ്തികളിൽ നിന്നുമുള്ള ആക്രമണം, ശാരീരികമായ ആക്രമണം. മൂസാ നബിക്ക് നേരെയും മൂസാ നബിയുടെ സമുദായത്തിന് നേരെയും വധശിക്ഷ ഉൾപ്പെടെയുള്ളവ നടപ്പാക്കി മൂസാ നബി പലതവണ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അല്ലെ. ഇനി മിണ്ടിയാൽ വഖാല ഫിറൗനു ദറൂനി അഖ്തുൽ മൂസ, കൊല്ലും ഞാൻ എന്ന് പറഞ്ഞു ഫിറൗൻ. തടവിലിടും. ലൈൻ ഇത്തഖദത ഇലാഹൻ ഗൈരി ലഅജഅലന്നക മിനൽ മസ്ജൂദീൻ. ഞാനല്ലാതെ ഒരു ഇലാഹുണ്ടെന്ന് മൂസായി പറഞ്ഞത് ഇനി പറഞ്ഞാൽ പിന്നെ പുറലോകം കാണാതെ ഞാൻ നിന്നെ തടവിലിടും എന്ന് പറഞ്ഞു. ഇതിനെയൊക്കെ വളരെ നിസ്സാരമായി മൂസാ നബി അലൈഹി സ്വലാം കടന്നുപോയി. കടന്നു കയറി ഈ ശത്രുതയെയും ഈ എതിർപ്പിനെയും ഒക്കെ വളരെ നിസ്സാരമായി മൂസാ നബി അലൈഹി സ്വലാം കടന്നു ഓവർടേക്ക് ചെയ്തു പോയി, ഓവർകം ചെയ്തു. പക്ഷേ രണ്ടാമത്തെ തലം സ്വന്തം അനുയായികളിൽ നിന്നാണ്. അത് മുസ്ലിം സൊസൈറ്റി നല്ലോണം പഠിച്ചൊക്കുന്ന സംഗതിയാണ്. നമുക്ക് നമ്മൾ തന്നെ പാരയാവുന്ന ഒരു സാഹചര്യം നിലവിലില്ലേ? നമ്മൾ പരസ്പരം ഒരു ഒരുമയില്ലാതെ, ഒരു തീരുമാനമെടുക്കുന്നത് ഒരുമയില്ലാതെ, ആ തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരുമയില്ലാതെ, മാത്രമല്ല കിട്ടിയ ചാൻസിലൊക്കെയും നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ അപമാനിച്ച് ഒതുക്കി തീർത്ത ഓരല്ല ഞങ്ങളാണ് അതിൻ്റെ ആൾക്കാർ എന്ന തരത്തിലേക്ക് പോകുന്നത് ഒരു നേതാവിന്, നമ്മൾ തിരഞ്ഞെടുത്ത ഒരു നേതാവിനോട് നമ്മൾ കാണിക്കുന്ന ഈ ഒരു സ്വഭാവം ആ നേതൃത്വത്തെ എത്രമാത്രം വിഷമത്തിലാക്കും എന്നത് നമ്മൾ ആലോചിക്കേണ്ടത്. മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാമിന് നേരിടേണ്ടി വന്ന എതിർപ്പുകളിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം വിഷമിപ്പിച്ചത്
സ്വന്തം ജനത അദ്ദേഹത്തോട് പുലർത്തിയ സമീപനമാണ്. അവർക്ക് അദ്ദേഹം അവർ ആവശ്യപ്പെട്ടതെല്ലാം അള്ളാഹുവിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് ആവശ്യപ്പെട്ട് നേടിക്കൊടുത്തു. അവർക്ക് ഭക്ഷണം വേണമെന്ന് ഭക്ഷണം, തണല് വേണമെന്ന് പറഞ്ഞപ്പോൾ തണല്, എന്തൊക്കെയാണോ അവർക്ക് വേണമെന്ന് അവർ പറഞ്ഞത് അതൊക്കെയും നേടിക്കൊടുത്തു. പക്ഷേ ഓരോ സമയവും അവർ പറഞ്ഞെന്താണ്, ഞങ്ങള് റബ്ബക്ക യുബയ്യില്ലനാണ്. മൂസ, നീ നിന്റെ റബ്ബിനോടൊന്ന് ചോദിച്ചു നോക്ക്. ആര്? നമ്മുടെ റബ്ബിനോടൊന്നല്ല. വൈദക്കാല മൂസാലി കൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും തദ്ബഹു ബഖറ ഖാലു വതത്തഖിദുനാ ഹുസ്വ. അത് അങ്ങനെയുള്ള സൂറത്ത് അൽ ബഖറക്ക് ആ പേരുണ്ടാവുന്നത്. മൂസ അലൈഹിസ്സലാം തന്റെ ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ, അല്ലാഹു ഒരു പശുവിനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് അവിടെ ചോദ്യം, കളിയാക്കുക, നിങ്ങൾ നമ്മളെ കളിയാക്കുകയല്ലേ? ആരോട്? വഴിയുള്ള മുലുൽ അസ്മിൽപ്പെട്ട മഅ്സൂമായ ഒരു പ്രവാചകനോട് നിങ്ങൾ നമ്മുടെ കളിയാക്കല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ഉടനെ അവർ പറഞ്ഞത്, കാലുദൂലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗമാഹിയ. അതെങ്ങനത്തെ പശുവാന്ന് നിങ്ങളെ റബ്ബിനോടൊന്നും ചോദിച്ചു നോക്കാണി. നമ്മുടെ റബ്ബിനോടൊന്നും ചോദിച്ചു നോക്കാണി എന്നല്ല, നിങ്ങളെ റബ്ബിനോടൊന്നും ചോദിച്ചു നോക്കാണി. എന്തൊരു നന്ദികെട്ട മറിക്കാൻ നോക്കാണി. ഈ ഒരു നന്ദികെട്ട സ്വഭാവം അവർ മൂസ അലൈഹിസ്സലാം മരിക്കുന്നത് വരെ തുടർന്നു. അദ്ദേഹത്തോട് ചെയ്തതിനൊക്കെയും നന്ദിയില്ലായ്മ കാണിക്കുന്നതോടൊപ്പം മൂസാ നബി വരുന്നതിന്, താങ്കൾ വരുന്നതിന് മുമ്പും താങ്കൾ വന്നതിന് ശേഷവും ഞങ്ങളുടെ അവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല മൂസ എന്ന് വരെ അവർ പറഞ്ഞു. നീ പ്രവാചകനായി വരുന്നതിന് മുമ്പും വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു മെച്ചമുണ്ടായിട്ടില്ല, അന്നൊന്നും ഒരേമായി തന്നെയാണ്. സങ്കടപ്പെട്ടിട്ട് മൂസാ നബി ലിമ തുഊദൂനനി വൈദകാല മൂസാ ലി ഖൗമിഹി ലിമ തുഊദൂനനി. എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾ ഇന്നെ ഉപദ്രവിക്കുന്നത്, ശല്യപ്പെടുന്നത്? വഖത്തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ അള്ളാഹിന്റെ റസൂലാന്നല്ലേ നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ? പിന്നെന്തിനാണ് ഇന്നെങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഇത്ര മാത്രമായിട്ട് നോക്കാണി. നമുക്ക് നാട്ടിലെ മക്കളൊന്നും നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും, കിടന്ന ഉറക്കം വരും, ടെൻഷൻ തീരും, സങ്കടം തീരും ഇല്ലല്ലോ. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ബനൂ ഇസ്രായേലാണ് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ അവരെ പോലെ ആവരുത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന പ്രാർത്ഥന പോലും വന്നത്, പടച്ചവനെ ആ വർഗത്തെ പോലെ ഞങ്ങളെ ആക്കില്ലേ എന്നാണ്. അല്ലേ? അവരെ ആരാന്ന് ചോദിച്ചപ്പം ജൂതന്മാരാന്നാണല്ലോ പറഞ്ഞത്. അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായ ആളുകള് ആരാന്ന് ചോദിച്ചപ്പോ യഹൂദികളാണ്. അവർ യഹൂദികളായതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ അല്ല. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവർ എന്നും നന്ദി കെട്ടവരും അതിര് കവിഞ്ഞവരും ധിക്കാരികളുമായിരുന്നു. അതാണ് അവരുടെ കുഴപ്പം. അങ്ങനെയാണ് അവർ ശപിക്കപ്പെട്ടത്. നിങ്ങൾ അങ്ങനെ ആവരുത് എന്ന് നമ്മളോട് പറയുകയും നമ്മൾ 5 നേരവും 17 തവണ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി ആമീൻ പറയുകയും ചെയ്യുന്ന മനുഷ്യന്മാരാണ് നമ്മൾ, അല്ലേ? എന്നിട്ട് നമ്മളും അങ്ങനെ തന്നെ ആവാന്ന് പറഞ്ഞാൽ എന്താ പതിന്റെ അർത്ഥം? ഒന്നുകിൽ ഇപ്പൊ പുറത്തുനിന്ന് അനീഫാക്ക് എന്നോട് പറഞ്ഞ് മേലെ മലപ്പുറത്ത് തന്നെ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, അർത്ഥം അറിയാതെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ലാതാണ് അവർ പറഞ്ഞത്. ഈ കോലത്തിലാണെങ്കിൽ അത് ശരിയാവും. അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാലും മഹാപുണ്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ ഒരാൾക്ക് ജീവിതത്തിൽ നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് വേണ്ടി വരും? അതെന്തെല്ലാമാണെന്ന് അയാൾക്ക് അറിയേണ്ടി വരും. അതല്ല നമ്മൾ പറഞ്ഞു വന്നതിന്റെ കഥ. അതല്ല, നമ്മൾ 17 തവണ ഓർമ്മ വെച്ച നാൾ മുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, പടച്ചവനെ അക്കൂട്ടത്തിൽ എന്നെ, ആ കോലത്തിൽ, ആ സ്വഭാവത്തിൽ എന്നെ ആക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അതിന് ആത്മാർത്ഥമായി ആമീൻ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നേതാവിനെ, പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ നിന്ന് ഒരു നബിദിനത്തിന്റെ തൊട്ട് നിന്നുകൊണ്ട് നമ്മളത് ആലോചിച്ചു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തോടടുത്ത സമയത്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താ നിങ്ങള്? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി ഈദ, പടച്ചവനെ എന്റെ ഖബറിനെ ഒരു ആഘോഷ സ്ഥലമാക്കല്ലേ പടച്ചവനെ. എന്തപ്പോ നാട്ടുകൂടെ കാണുന്ന നോക്കാണെങ്കിൽ അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വതനൻ യുഅബദ്, അള്ളാഹുവെ മുൻ പ്രവാചകന്മാരിൽ പലരുടെയും കബറിടങ്ങളിൽ ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കിയതുപോലെ എന്റെ കബറിടത്തെ ഒരു വിഗ്രഹമാക്കല്ലേ പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചു പോയി. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന് പറഞ്ഞ് ബനൂ ഇസ്രായേലിലെ ജൂതരായാലും ക്രിസ്ത്യാനികളായാലും അള്ളാഹു അവരെ ശപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി എന്നതാണ്. അല്ലെ? ഇന്നഹും ഇദാ മാതു ഫീഹിം റജുലൻ സ്വാലിഹൻ ബനൂ അലാ ഖബരിഹി മസ്ജിദൻ സുമ്മ തഖഫു ഫീ ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്. തങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുണ്യവാളൻ, ഒരു നല്ല മനുഷ്യൻ, ഔലിയാപ്പാപ്പ മരണപ്പെട്ടാൽ ആ ഖബറിന് ചുറ്റും ഒരു വെടുപ്പുണ്ടാക്കി, ഒരു കെട്ടിടമുണ്ടാക്കി അവിടെ എഴുത്തിക്കാപ്പിരിക്കുന്ന സ്വഭാവക്കാരായിരുന്നു യഹൂദ ക്രിസ്ത്യാനികൾ. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അവരാണ് അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരായ പടപ്പുകൾ എന്നൊക്കെ പല ആവർത്തി പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഈ സമുദായം ഇപ്പോ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ആലോചിച്ചിട്ട് ഈ ആയത്തൊന്നൂരിയ കലിമത്തുഹുദൂനനി വഖത്തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഒക്കെ. നിങ്ങൾ നല്ല നിസ്കാരത്തായപ്പോൾ തൊപ്പി വട്ടത്താടിയും ഒക്കെ ഉള്ള ആൾക്കാര്, പർദ്ദയും മഫ്തിയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ മാന്യന്മാരായി ഈമാനികളായി ജീവിച്ച് മരണപ്പെട്ടു പോയി മഹ്ശറിൽ വന്ന് ഹൗദുൽ കൗസറിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഹൗദുൽ കൗസർ കുടിക്കാൻ ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന സമയത്ത് ഹൗദുൽ കൗസറിന് നബി മുക്കി തരുന്ന കോപ്പ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില ആളുകളെ മലായിക്കത്ത് അവിടെ നിന്ന് പിടിച്ചു വലിച്ച് ദൂരേക്ക് മാറ്റി നിർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലായിക്കത്തിനോട് പറയും, അതെന്റെ സമുദായമാണ്, ഉമ്മത്തി ഉമ്മത്തി, എന്തിനാങ്ങൾ അവരെ ഇവിടുന്ന് എടുത്ത് മാറ്റണത് എന്ന് പറയും. അവരുടെ നിസ്കാരത്തയമ്പ് കണ്ടില്ലേ, തലപ്പാവ് കണ്ടില്ലേ, താടി കണ്ടില്ലേ, അവിടെ പർദ്ദയും മഫ്തയും കണ്ടില്ലേ, അവരുടെ കയ്യിൽ നിന്ന് തസ്ബീഹ് മാല ഒഴിവാകാതെ ജീവിച്ച ആൾക്കാരാണ്, എന്തിനാങ്ങൾ അവരെ ഇവിടുന്ന് മാറ്റണം എന്ന് ചോദിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മലക്കുകൾ കൊടുക്കുന്ന മറുപടിയായി റസൂൽ ഇവിടെ പറഞ്ഞു പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മുഹമ്മദ് ഇന്നക ലാ തദ്രി മാ അഹദതു ബഅദക, നബിയേ താങ്കൾ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷേ ഈ മനുഷ്യന്മാർ താങ്കൾ പോന്നതിന് ശേഷം താങ്കളുടെ കാലശേഷം എന്തൊക്കെയാണ് അവിടെ മതത്തിൽ പുതുതായി കാട്ടിക്കൂട്ടിക്കുന്നത് നിങ്ങൾക്ക് അറിയായിട്ടാണ്, ഇവരാണ് ആ കാട്ടിക്കൂട്ടിയത്, അതുകൊണ്ടാണ്. അപ്പൊ നബി തന്നെ പറയും, എനിക്ക് ശേഷം എന്റെ ദീന് നാശിപ്പിച്ച കുഴപ്പാക്കി മാറ്റി തിരുത്തിയവർ ഇവിടുന്ന് ദൂരെ മാറി നിൽക്കുവീൻ എന്ന് പറയും എന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ആയത്തുമായി കൂട്ടിവെച്ച് എവിടേക്കാണ് ഈ പോക്ക്, എവിടേക്കാണ് ഈ പോക്ക്? ഇങ്ങോട്ട് പള്ളിക്ക് വരുന്ന ഒരു കുട്ടിയോട് അപ്പുറത്തിക്കണോ പറയാനുള്ള മനെ അവിടെ പോയിട്ട് കാര്യമില്ല, അവിടെ തേങ്ങാപ്പൂള കൂടി കിട്ടൂല, ദാ ഇരിക്കണ പറഞ്ഞാണ്. നമുക്ക് അപ്പുറത്ത് പോവുക, അവിടെ രാവിലെ എന്തേലും മുട്ട പപ്സില് കഴിഞ്ഞ മാസം ഇല്ല, ഞാൻ അടുത്ത മാസം ഉണ്ടാവില്ല. നമുക്ക് ആകെ ഒരു പരിപാടി എന്തെങ്കിലും ഉള്ളത് തീർക്കുന്നതിനാണ് പറയലല്ലേ, പള്ളി നേരെ അപ്പുറത്താണ്, പോണ്ടവർക്ക് പോകാം. പക്ഷേ ഇതൊന്ന് പേടിക്കണ്ടേ? ഏത് ഇന്നക്കലാ തദ്രി മാ അഹദതു ബഅദക, എന്തൊക്കെയാണ് നബി അങ്ങ് ജീവിച്ചിരുന്ന 10-23 കൊല്ലക്കാലത്ത് ഒരു ഈത്തപ്പഴത്തിന്റെ സീള് പോലും അങ്ങ് കൊടുത്തില്ല, അങ്ങയുടെ 4 ഖലീഫമാരെ കൊടുത്തില്ല, അങ്ങയുടെ ഭാര്യമാരും പേരമക്കളും മരുമക്കളും അമ്മോസന്മാരും ഉണ്ടായിരുന്നു, അവരൊന്നും കൊടുത്തില്ല, ലക്ഷക്കണക്കിന് അങ്ങയുടെ ഇഷ്ട അനുയായികളുടെ അവരൊന്നും കൊടുത്തില്ല. എന്തൊക്കെയാണ് ഇവര് പുതുതായിട്ട് കടത്തിക്കൊണ്ടതൊക്കെ മനസ്സിലാവാതെ പോയതാണ്. അതുകൊണ്ട് ഇവരിതിന് യോഗ്യരല്ല എന്ന് പറയുന്നത് മുസ്ലിം സൊസൈറ്റിയിൽ ഒരു വിഭാഗത്തെയാണെന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. കൊണ്ട് അത് അമുസ്ലിങ്ങളെ കുറിച്ചിട്ടല്ല, അത് നമ്മളിൽ ചിലരെ കുറിച്ചാണ്. അത് ഞാനാവാതിരിക്കണം പടച്ചവനെ എന്ന പ്രാർത്ഥനയുണ്ടാവണം.
അതിന്റെ ഉമ്മവാപ്പന്മാരോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ ആവാതിരിക്കണം പഠിച്ചവരെന്ന് പ്രാർത്ഥനയുണ്ടാവണം, ജാഗ്രതയും ഉണ്ടാവണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ടും ബനൂ ഇസ്രായേലുകൾ വഴി പിഴച്ചുപോയി, തെറ്റിപ്പോയി. മൂസാ നബി പറഞ്ഞ വഴിയിൽ നിന്ന്, ചൂണ്ടിക്കാണിച്ച മാതൃകയിൽ നിന്ന് അവർ പിഴച്ചുപോയി. അവർ പിഴക്കാൻ തീരുമാനിച്ചപ്പോൾ അസാഖല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ മനസ്സുകളെ മാറ്റിക്കളഞ്ഞ് വഴി തെറ്റിച്ച് കളഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ള പഠിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന എന്താ പറയുന്നത്? സൂറത്ത് ആലി ഇംറാന്റെ 7-ാമത്തെ ആയത്ത്, റബ്ബനാ എന്ന് പറഞ്ഞാണ് ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ ഇന്നക അൻതൽ വഹ്ഹാബ്. എത്രമാത്രം ഗൗരവമുള്ള പ്രാർത്ഥനയെ നോക്കാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നതിന് ശേഷം ഇനി ഞങ്ങൾ പിഴച്ചു പോകുന്നത് കാത്തു രക്ഷിക്കണമേ. ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ മനസ്സ് മാറാതെ കാത്തു രക്ഷിക്കണമേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ കൃപക്കും കാരുണ്യത്തിനും പാത്രീഭൂതരാകുന്ന മുത്തക്കികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ഇന്നക അൻതൽ വഹാബ്, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും എല്ലാ നന്മകളും നൽകാൻ കഴിവുള്ളവൻ നീയാണല്ലോ റബ്ബേ എന്ന് പ്രാർത്ഥന എത്രമാത്രം അത്യാവശ്യമാണ് നമുക്കൊക്കെ നോക്കാണി. ഏത് വളവിൽ വെച്ചും അല്ലെ, ഏത് നിമിഷത്തിലും ഏത് തരത്തിലും വഴിതെറ്റിപ്പോകാൻ പറ്റുന്ന കാലത്താണ് നമ്മളും നമ്മുടെ മക്കളും ജീവിക്കുന്നത്. ഈമാൻ പോകും, ഇസ്ലാം പോകും, തൗഹീദ് പോകും, സുന്നത്ത് പോകും. അല്ലാഹു പോകാതെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സൂറത്ത് ആലി ഇംറാനിലെ ആ പ്രാർത്ഥന നിങ്ങൾ കൃത്യമായി കാണാതെ പഠിച്ചിരിക്കണം. സൂറത്ത് ആലി ഇംറാനിന്റെ 1-ാമത്തെ പേജിന്റെ അവസാനത്തെ ആയത്തായിരിക്കുന്നത്. അതൊന്ന് വീട്ടിൽ ചെന്ന് പഠിച്ചു വെക്കുക. 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ, പേജ് ഖുർആനിലെ 49-ഓ 50-ഓ ആയിരിക്കും. 50-ാമത്തെ പേജാണ് എന്റെ ഓർമ്മയിലുണ്ടാവും. ഒന്ന് എടുത്തു നോക്കിക്കോളൂ ഖുർആൻ കയ്യിലുള്ള ആൾക്കാർ. 50-ാമത്തെ പേജ്, 50-ാമത്തെ പേജ്, 8-ാമത്തെ ആയത്ത്, 50-ാമത്തെ പേജ് സൂറത്ത് ആലി ഇംറാൻ 8-ാമത്തെ ആയത്ത്. ഒന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് അതൊന്ന് കാണാതെ പഠിക്കുക. അതൊന്ന് മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് സൂക്ഷിച്ചു വെക്കുക. അത് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് നോക്കിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലമ്മാ സാഖൂ അസാഖല്ലാഹു ഖുലൂബഹും, അവർ പിഴച്ചപ്പോൾ, വഴിതെറ്റിയപ്പോൾ അള്ളാഹു അവരെ തെറ്റിച്ചു. അങ്ങനെയല്ലേ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 115-ാമത്തെ ആയത്തിൽ പറഞ്ഞത്? അങ്ങനെയല്ലേ? ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ومن يشاقق الرسول 4-ാം അധ്യായം 115-ാമത്തെ ആയത്ത്. ആരെങ്കിലും അള്ളാന്റെ റസൂലിന് എതിരായാൽ, അത് വിഷയല്ലേ, മിമ്പഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിൽ ആലോചിച്ച് നോക്കോളെ. സന്മാർഗം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെയും നമ്മൾ പറയുന്നറിയോ? മിഞ്ഞാന്ന് പറഞ്ഞത് തന്നെയാണ്. നബിദിനം കഴിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി ലോകത്തെ വിവിധ രാജ്യങ്ങളിലുണ്ട് എന്നാണ്. നബിദിനം കഴിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടുണ്ടെന്നാണ്. നബിദിനം കഴിച്ചതിന് ഹദീസിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി KM മൗലവി അൽ മുർഷിദിൽ EK മൗലവി എഴുതിയിട്ടുണ്ടെന്നാണ്. ഖുർആന്റെ സുന്നത്തിലുണ്ട് ഇന്നോളം പറഞ്ഞില്ല. പറഞ്ഞപ്പോ അതിൽ പിടിച്ച കാര്യം കഴിഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോ പറയുന്നില്ല എന്നറിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളി.
ഹിദായത്ത് ഇന്നതാണെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വ്യക്തമായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾക്ക് ആരെങ്കിലും എതിരായാൽ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുൻഗാമികളായ മുഅ്മിനീങ്ങൾ അഥവാ സ്വഹാബികളും താബിഈകളും സഞ്ചരിച്ച പാതയല്ലാതെ മറ്റൊരു പാത സ്വർഗത്തിലേക്ക് ആരെങ്കിലും തുറന്നു വെച്ചാൽ ഉറപ്പായില്ലേ അല്ലേ? അയാൾ സ്വർഗത്തിലേക്ക് പോകാൻ പിന്തുടരുന്നത് ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മുഅ്മിനീങ്ങളുടെ, നബിതങ്ങളോടൊപ്പം ജീവിച്ച മുഅ്മിനീങ്ങളുടെ, സ്വഹാബത്തിന്റെ താബിഈകളുടെ, തബഉ താബിഈകളുടെ മാർഗമല്ലാതെ മറ്റൊരു മാർഗത്തിൽ അവർ സ്വർഗം തേടിയാൽ നുവല്ലിഹി മാ തവല്ല, പോണ ഭാഗത്തിന് പോകട്ടെ എന്ന് എന്തെന്ന് ഒറ്റേക്ക് നമ്മൾ പണ്ട് പറഞ്ഞത്, തെളിച്ചിടത്ത് കൂടി പോയിട്ടില്ലെങ്കിൽ ആ പോയയിടത്ത് കൂടി തെളിക്കും. അല്ലെ? നുവല്ലിഹി മാ തവല്ല, എവിടേക്കാണോ തിരിഞ്ഞത് നായിലാണ് പോയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ അവസാനം വന്നുസുലിഹി ജഹന്നം, ആ പോക്ക് അവൻ അവസാനം എത്തിപ്പെടുക നരകത്തിലാണ്. അവിടെ ഇട്ട് ഞാൻ അവനെ കത്തിക്കും. ഇത്രയും മോശമായ ഒരു മടക്കസ്ഥാനം വേറെ ഉണ്ടാവില്ല. അവിടെ ഉണ്ട്. യാനത്തു താലിബീൻ എന്ന് പള്ളി ദർശനം പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട്. നമ്മളെ പള്ളിക്കുന്നല്ല, അറബി കോളേജിലല്ല, പള്ളി ദർശിൽ പണ്ട് പഠിപ്പിച്ചിരുന്നത് എപ്പോഴും ഉണ്ടാകും. ആ യാനത്തു താലിബീനിൽ അവിടെ എഴുതി വെച്ചിട്ട് ഈ മൗലിദ് ഇത് തുടങ്ങി വെച്ചത് മിനൽ മുലൂക്കി, ഭരണാധികാരികൾ ഇതിന് തുടക്കം കുറിച്ചത് അൽ മുലൂ മലിക്കുൽ മുളഫർ, മലിക്കുൽ ഇർബുൽ എന്നാണ്. ഇർബുൽ ഭരിച്ചിരുന്ന മുളഫർ രാജനാണ് ഇത് തുടങ്ങി വെച്ചത് എന്നാണ്. എപ്പോ? ബഅദൽ ഖുറൂനി തലാത, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഹിജ്റ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് തുടങ്ങി വെച്ചത് മുളഫർ രാജനാണെന്ന. അതിന്റെ മലയാളം എന്താ അറിയുന്നത്? മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജന. ബാക്കി എന്ത് യൂട്യൂബിലൊക്കെ കൂടെ അവിടെ വരും, നിങ്ങൾ എളുപ്പമാണ് പവടി അല്ലേ? ഇപ്പൊ ഞങ്ങളൊന്നും വേണ്ട. മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജന എന്നാണ് അടിച്ചെടുത്ത വാക്കിന് പോലും. 10,000 പോയി വെച്ചതും 1000 ആടിന്റെ ഹർത്തനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണക്കിങ്ങനെ പറഞ്ഞു തരും അല്ലേ? അതാണ് മദ്ഗാന പണ്ഡിതന്മാർ പറയും ഇത് തുടങ്ങി വെച്ചത് അക്കാലൂനവൽ ബഥാലൂൻ, തീറ്റക്കൊതിയന്മാരായ നിരർത്ഥകവാദികളായ ആളുകളാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പൊ പറയുന്നറിയോ, വഹാബികൾ ഹംബറിന്റെ ആൾക്കാരാണ്. എല്ലാരും പറഞ്ഞ പയറെത്രാന്ന് ചോദിച്ചാൽ മറുപടി, അരി എത്രാന്ന് ചോദിച്ചാൽ മറുപടി പയർ 5,000 അല്ലേ? അല്ല, അരിന്റെ കഥ പറയുന്നത് അരി എവിടെക്കട്ടെ എന്നിടത്താണ് കാര്യങ്ങളുടെ പോക്ക്. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഒരു തെമ്മാടി കൂട്ടത്തെയും അള്ളാഹു ഹിദായത്തിനാക്കുകയില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യുളില്ലുല്ലാഹുൽ ളാലിമീൻ വയഫഅലുല്ലാഹു മാ യശാ, അക്രമം പ്രവർത്തിക്കുന്ന, ക്രമം വിട്ട ജീവിതം നയിക്കുന്നവരെയാണ് അള്ളാഹു വഴികേടിലാക്കുക. മറ്റൊരായത്ത് വയഹ്ദി ഇലൈഹി മൻ അനാബ്, വിനയപ്പെട്ട് മടങ്ങാൻ തയ്യാറുള്ളവർക്കെല്ലാം അള്ളാഹു അവന്റെ സ്വർഗത്തിലേക്ക് ഹിദായത്ത് നൽകും. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും മുഴുവൻ മുസ്ലിം സമൂഹത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ ഇതാണ് വിഷയം. അതുകൊണ്ട് ഈ വിഷയത്തെ കേവലം ഒരു സുന്നി മുജാഹിദ് തർക്കമായി തന്നെ കാണേണ്ടത്. ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയ്ക്ക് വിരുദ്ധമാണ് ഈ സംഗതി. ഇതിനൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു മദ്യപൻ, ഒരു പലിശക്കാരൻ, ഒരു കള്ളൻ, കൊലപാതകി, കൊള്ളക്കാരൻ, ഒരു വ്യഭിചാരി, ഒരു തെമ്മാടി, ഒരു കളവ് പറഞ്ഞ് ജീവിക്കുന്ന ആള്, ഒരു വാപ്പ മാതാപിതാക്കളെ അനുസരിക്കാതെ പോയ ഭാര്യമാപ്പിന് ഭർത്താവിനെ അനുസരിക്കാതെ പോയ മക്കളെ മാന്യമായി നോക്കാതെ പോകുന്ന ഒരാള് എപ്പോഴും അയാൾക്കൊരു മനസാക്ഷി കുത്തുണ്ടാകും, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന്. അയാൾ എന്തെങ്കിലും ഒരിക്കൽ തൗബ ചെയ്തു മടങ്ങും.
മടങ്ങുമയാൾ. പക്ഷേ ഒരു ബിദഅത്ത് ചെയ്യുന്നവൻ മടങ്ങുകയില്ല. എന്താ കാരണം? അയാൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് ഓരോ നിമിഷവും ഞാനാണ് ഏറ്റവും നല്ലവൻ എന്നാണ്. ഞാൻ ഈ ചെയ്യുന്നത് ചെയ്യാത്തവരാണ് മോശക്കാർ, വെഴുവേച്ചവർ എന്നാണ് അയാൾ പറയുന്നത്, അയാൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ തൗബ ചെയ്യണോ? വേണ്ട. ഏറ്റവും ഖത്തർനാക്കായ അപകടകരമായ വിഷയത ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് വന്നത്, അല്ലേ? കപട വിശ്വാസികൾ മുസ്ലിമീങ്ങളായി, കാഫിറുകൾ മുസ്ലിമീങ്ങളായി, ലാലിമുകൾ മുസ്ലിമീങ്ങളായി, ശുദ്ധ തെമ്മാടിമാരായിരുന്ന സഹാബത്ത്, അല്ലേ, മുസ്ലിമീങ്ങളായി. അള്ളാന്റെ റസൂലെ തൗഹീദ് ഞാൻ ആചരിക്കുക, അതിനൊരു കുഴപ്പമില്ല, ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ ഈ പറഞ്ഞ 5 നേരം നിസ്കാരം എല്ലാ പരിപാടിയും ഞാൻ എപ്പോ തന്നെ തുടങ്ങാം, പക്ഷേ വ്യഭിചാരം നിർത്തണമെങ്കിൽ എനിക്കൊരു 2 മാസം കൂടി സമയം വേണട്ടോ എന്ന് പറഞ്ഞു ഒരാളെ. നാടിന്റെ അവസ്ഥ ഞാൻ പറയാനായിട്ട് പറഞ്ഞു. മനസ്സിലായില്ലേ? മാറി വന്ന ആളാരാണ്? ശിർക്ക് വിട്ട് തൗഹീദ് ഉൾക്കൊണ്ട് പരലോകം വിശ്വസിച്ച് നിസ്കാരം, നോമ്പ, ഇസ്ലാം കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹറാം ഹലാലുകളൊക്കെ അംഗീകരിച്ച്, പക്ഷെ അയാൾക്ക് പെട്ടെന്നാണ് നിർത്താൻ കഴിയാത്തത്. അയാൾക്ക് തോന്നിയൊരു സംഭവം, വ്യഭിചാരം പെട്ടെന്നാണ് നിർത്താൻ കഴിയൂല, അതിന് മനസ്സിന്റെ ഒന്ന് ഒതുക്കിയെടുക്കണം. അക്കാലത്ത് ആ രൂപത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഇസ്ലാമിലേക്ക് വന്ന് മഹാന്മാരായ സ്വഹാബികളായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൊല്ലണം എന്ന് പറഞ്ഞ് സ്വഹാബികൾ എഴുന്നേറ്റപ്പോൾ നബി പറഞ്ഞു, അവിടെ ഇരിക്കി, ഞാനൊന്ന് സംസാരിക്കട്ടെ മൂപ്പരോട്. അപ്പൊ നബി ചോദിച്ച്, അല്ലടോ, നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിച്ച കൊല്ലും ഞാനാണ് എന്നാണ്. എന്റെ പെങ്ങളാണെങ്കിലും ഓൻ വെച്ചില്ല. നിങ്ങൾ അല്ലാണ്ട് നീ പറയുന്നതേക്ക് തടച്ചു കയറുന്നത് മകളെ കാര്യം പറഞ്ഞപ്പോഴേ. അപ്പൊ നബി ചോദിച്ചേടോ, നീയിപ്പോ ഈ പണിക്ക് പോണത് ആരെങ്കിലും ഒരാളെ ഉമ്മയാവൂലേ, അല്ലെങ്കിൽ ഭാര്യ, പെങ്ങള്, മകളൊക്കെ ആവൂലേ? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ തൗബ. ഞാൻ നിർത്തി. എന്തെയ്യുന്നു? അയാൾ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യായി, അയാൾ നിർത്തി. അപ്പൊ ഇമ്മാതിരി തമ്മാടിത്തം ഒക്കെ ചെയ്തിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ബിദ്അത്താണ് ശർറൽ എല്ലാവരും കേൾക്കണല്ലേ? ശർറൽ മുസ്ലിമീങ്ങളെ നീ പേടിക്കേണ്ട വലിയ ശർറ് മുഹദസാത്തുഹ, മതത്തിൽ പുതുതായി ഉണ്ടായി വരുന്ന കാര്യങ്ങളാണ്. ഇതിന് തൗബല്ല, ഇതിന് തൗബ ചെയ്യാൻ തോന്നൂല, അല്ലേ? ഒരു തേങ്ങാപ്പൂടെങ്കിലും കിട്ടുന്നത് തേങ്ങാപ്പൂളിന്റെ പുതിയോണ്ടല്ല, ആണോ ചേരുവേ? ബർക്കത്തിന്റെ പുതിയോണ്ടാ, അല്ലേ? മലപ്പുറംകാർക്ക് ഒരു തേങ്ങാപ്പൂളിന് ഒരു പൊട്ട് ശർക്കരക്ക് ഒരു കഷ്ണം അലുവൊക്കെ ഒന്നും വേജാറില്ല, ഇഷ്ടം പോലെ പെട്ടിക്കണക്കിന് കിട്ടും. അതിന് അള്ളാഹു നിഅമത്ത് തന്നിട്ടുണ്ട് എല്ലാവർക്കും, ഇനിയൊരു അങ്ങനെ തന്നെ വർദ്ധിച്ചു കിട്ടട്ടെ. പക്ഷേ ആ തേങ്ങാപ്പൂളല്ല ഈ തേങ്ങാപ്പൂള്. ഈ തേങ്ങാപ്പൂള് ബറക്കത്താക്കപ്പെട്ട തേങ്ങാപ്പൂല. ആ ബറക്കത്താക്കപ്പെട്ടത് എന്ന ചിന്തയാണ് അപകടം, തേങ്ങാപ്പൂളല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് കാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത് മുസ്ലിങ്ങളായി മാന്യന്മാരായി ജീവിച്ചു കൊണ്ടിരുന്ന യഹൂദികൾ കാലക്രമേണ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദഅവത്തിൽ നിന്ന്, പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്ന അതേ സമുദായത്തിലേക്ക് നിയോഗിക്കുന്നു. അദ്ദേഹം എനിക്കൊക്കെ തോന്നുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ ആളുകൾ അംഗീകരിക്കേണ്ടിയിരുന്ന അദ്ദേഹത്തെയായിരുന്നു. കാരണം ജനനം അത്ഭുതകരമാണ്, വളർച്ച അത്ഭുതകരമാണ്, അദ്ദേഹത്തിന്റെ കയ്യാൽ പ്രത്യക്ഷപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളെല്ലാം അത്ഭുതകരമാണ്, ആണല്ലോ. സ്വന്തം അനുയായികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടതും ആദരിക്കേണ്ടതും അദ്ദേഹത്തെയായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞോക്കാണ്, ആ സമുദായം, അതായത് മൂസാ നബിയിലൂടെ തൗഹീദും പരലോക വിശ്വാസവും ഹിദായത്തും പഠിച്ച് വളർന്ന മാതാപിതാക്കളുടെ പരമ്പരയിൽ പിൽക്കാലത്തുണ്ടായ ദുരനുഭവം നമുക്ക് പാഠമാണ്.
മൂസ അലൈഹി സ്വലാമിനും ഈസാ നബിക്കും ഇടയിൽ ഏകദേശം 1000-ഓളം വർഷത്തെ 1000-അധികം വർഷത്തെ പഴക്കമുണ്ടാവും, പിന്നെ വ്യത്യാസം ഉണ്ടാകും. അതിനിടയിൽ പ്രവാചകന്മാർ ഒരുപാട് അവിടെ വന്നു പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം വന്ന ഉലുൽ അസ്മിലെ മറ്റൊരു പ്രവാചകൻ ഈസാ അലൈഹി സ്വലാമാണ്. നൂഹ് അലൈഹി സ്വലാം, ഇബ്രാഹിം അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാം, ഈസാ അലൈഹി സ്വലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ 5 പേരാണ് ഉലുൽ അസ്മ്. ഇവർക്കിടയിൽ ഒരുപാട് പ്രവാചകന്മാർ വേറെയുണ്ട്, പക്ഷെ അതിപ്രശസ്തർ ഇവരാണ്. അങ്ങനെ മൂസാ നബിക്ക് ശേഷം വന്ന ഉലുൽ അസ്മിലെ അടുത്ത പ്രവാചകൻ പ്രബോധനം ചെയ്യുമ്പോൾ ഉണ്ടായ അത്യപകടകരമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്താണോ ഇന്ന് തൗഹീദുള്ള അല്ലെങ്കിൽ സുന്നത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ലോകത്ത് അനുഭവിക്കുന്നത് അത് ഈ ആയത്തിൽ കാണാം. ഈ ആയത്തിൽ കാണാം. വഇദ് ഖാല ഈസാ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. ഈസാ നബി അലൈഹി സ്വലാം നാട്ടുകാരോടല്ല, സ്വന്തം ആൾക്കാരോട് പറയുന്നത് യാ ബനി ഇസ്രായീൽ, ഇസ്രായേലികളെ നമ്മൾ, വേറെ ആരോടല്ല. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാനാണ് നിങ്ങൾക്കിടയിലേക്ക് വന്ന പുതിയ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. നോക്കൂ, എനിക്ക് പുതുതൊന്നും പറയാനില്ല. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, നിങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച തൗറാത്തിലെ നിയമങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ സത്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഹലാലായിരുന്ന ചില സംഗതികൾ, ആ ഹറാമായിരുന്ന ചില സംഗതികൾ കൂടി ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കി തരുകയും ചെയ്യും. തൗറാത്ത് പ്രകാരം നിങ്ങൾക്ക് ഹറാമായിരുന്ന ചില സംഗതികൾ ഹലാലാക്കി തന്നിട്ട് ഞാൻ, അല്ലാതെ ഒന്നും ഹറാമാക്കാൻ വന്നതോ പുതിയൊരു നിയമം പഠിപ്പിക്കാൻ വന്നതോ ഒന്നല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ഞാനൊരു ഇടയിൽ വന്ന ആളാണ്. മുബശ്ശിറൻ ബിറസൂലിൻ, മൂസാ നബിയുടെ ദഅവത്ത് സത്യമാണെന്ന് ഉറപ്പിക്കാനാണ് ഞാൻ വന്നത്. അതോടൊപ്പം എനിക്കുള്ള മറ്റൊരു ഡ്യൂട്ടി മുബശ്ശിറൻ ബിറസൂലിൻ, ഇനി ഒരു പ്രവാചി എഴുത്തി മിൻ ബഅദി, എനിക്ക് ശേഷം ഒരു മഹാപ്രവാചകൻ വരാറുണ്ട് എന്ന സന്തോഷ വാർത്തയും കൂടി ഞാൻ അറിയിക്കുന്നുണ്ട്. അതും കൂടി എന്റെ ദൗത്യമാണ്. ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ എനിക്ക് ശേഷം വരും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്നാണ് പേര് നമുക്കറിയാം. 4 തവണ വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന പേരും 1 തവണ അഹ്മദ് എന്ന പേരുമാണ് വന്നിട്ടുള്ളത്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന മുഹമ്മദ്, അന അഹ്മദ്, അനൽ മാഹി, അനൽ ഹാഷിർ എന്നിങ്ങനെ തനിക്കുള്ള പല പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ അഹ്മദ് എന്ന് ഈ സ്ഥലത്ത് ഈ ആയത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ബനൂ ഇസ്രായേലികളുടെ ഇടയില് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് ആലോചിച്ചോക്കാണ്, അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തേലും അല്ലെ? അത്ഭുതകരമായ ഒരു ജനനം അവർ കാണും, അത്ഭുതകരമായ വളർച്ച അവർ കാണും. അവർ ഇത്രയും കാലം അനുഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അവരവരുടെ കൺമുമ്പിൽ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രവാചകനാണ്, ഞാൻ അള്ളയല്ല, അള്ളാന്റെ മോഹനല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീൽ മൗത ബിഇദ്നില്ല വഉബ്രിഉൽ അക്മഹ അബ്റസ ബിഇദ്നില്ല അല്ലേ, വഉനബ്ബിയുകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇടക്കിടക്ക് പറയും, ഇതൊന്നും എന്റെ കഴിവല്ല, ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്, ഇതൊക്കെ ഞാൻ പ്രവാചകനാണെന്നതിന്റെ തെളിവുകളായി വന്നതാണ്. പക്ഷേ ഇവർക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഫലമ്മ ജാഅഹും ബിൽ ബയ്യിനാതി, തന്റെ പ്രവാചകത്വത്തിന്റെ സത്യതയ്ക്കു വേണ്ടി അദ്ദേഹം ദൃഷ്ടാന്തങ്ങൾ ഓരോന്നായി അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോ അവര് പറഞ്ഞത് ഹാദാ സിഹ്റുൻ മുബീൻ എന്നാണ്. വല്ലാത്തൊരു മായാചാരക്കാരൻ തന്നെയാണ്, ഇത് ഭയങ്കര മായാചാരമായി പോയിരിക്കുന്നു. ഇതന്നെയല്ലേ ഇന്ന് തൗഹീദ് സുന്നത്തും പറയണമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ മറ്റൊരു വെർഷൻ ലാലിലാണ്, മുന്നിലാണ്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. തൗഹീദ് പറയാൻ ആവശ്യപ്പെടുന്ന, തൗഹീദ് പറയുന്ന, സുന്നത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരും ഇന്ന് നേരിടുന്നത് ഈ സിഹർ എന്നതിന് പകരം വേറെ ഒന്നാണ്, പുത്തമ്പാതിയാണ്.
പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ്, ളാലിലാണ്, മുളിലാണ്. ഹംഫറിന്റെ ചാരനാണ്, ബ്രിട്ടീഷ് ചാരന്മാരുടെ ആൾക്കാരാണ് ഇവര് എന്നിങ്ങനെ പറയും അല്ലെ. അപ്പൊ ഇത് ഏത് കാലത്തും തൗഹീദിനും സുന്നത്തിനും വേണ്ടി നിലകൊള്ളുന്നവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞ്. നമ്മളെ ഇത് പറയുന്നതിൽ നമുക്ക് വിഷമൊന്നുമില്ല. അതുകൊണ്ടല്ല ഇത്. പിന്നെ പണ്ടൊരു കവി പാടിയത് എന്താ അറിയോ? ഞാൻ അള്ളാനെ മാത്രം ആരാധിക്കുന്നു എന്നതാണ് എന്നെ വഹാബി എന്ന് വിളിക്കാൻ കാരണമെങ്കിൽ അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ലൗകാന താബി അഹമ്മദിൻ മുത്തവഹിദീൻ, തൗഹീദിന് വേണ്ടി നിലകൊണ്ട അഹമ്മദിനെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വഹാബി എന്ന് വിളിക്കുന്നത് എങ്കിൽ ഞാൻ വഹാബിയാവുന്നു. അപ്പൊ ഈ വഹാബി എന്നാൽ അതിന്റെ ഉദ്ദേശം അവർ KN മുജാഹിദ് ആളെക്കൂട്ടരല്ല എന്റെ പരിപാടിയില്ല. വഹാബി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്നക അന്തൽ വഹാബി എന്ന ആയത്ത് നമ്മൾ ഇപ്പൊ പാടിയുള്ളൂ അല്ലെ. വഹാബ് അള്ളാഹുവിന്റെ ഇസ്മുൽ ഹുസ്നയാണ്. അപ്പൊ സ്വാഭാവികമായി വഹാബി എന്ന് പറഞ്ഞാൽ ആരുടെ ആളാണ്? ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആരുടെ ആളാവണം? അള്ളാന്റെ ആളാവണം അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പാർട്ടിക്ക് പേരിട്ടത് വഹാബി എന്നല്ല, ഹിസ്ബുല്ലാ എന്നാണ്. ഉലൈക ഹിസ്ബുല്ലാ അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അവർ അള്ളാഹുവിന്റെ പാർട്ടിക്കാരാകുന്നു. ആ പാർട്ടിയുടെ നിറം പച്ചയല്ല, ആ പാർട്ടിക്ക് അല്ല കൊടുത്ത നിറം സിബഗത്തല്ലാഹ്, അത് അള്ളാഹുവിന്റെ കളറാകുന്നതാണ്. അതിന്റെ കളർ ഏതാന്ന് പറഞ്ഞില്ല. ഈ ഹിസ്ബുല്ലാ എന്നതിന് അല്ല നൽകുന്ന മറ്റൊരു പേര് സിബഗത്തല്ലാഹ്. വമൻ അഹ്സനു മിനല്ലാഹി സിബഗ. അവരുടെ പ്രത്യേകത വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് എന്ന് പറയുന്നവർ സിബഗത്തല്ലാഹ്, അള്ളാഹുവിന്റെ ടീമാകുന്നു, അള്ളാഹുവിന്റെ കളറാകുന്നു, അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു എന്നാണ്. അതെന്ത് വേണേലും ബാക്കിയുള്ളവര് വിളിച്ചോട്ടെ. സത്യത്തിൽ അവർ വിളിക്കേണ്ടിയിരുന്നത് മുഹമ്മദികൾ എന്നാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആൾക്കാരാണെന്നാണ് അവൾ പറയണത്. അങ്ങനെ മുഹമ്മദികൾ എന്തെങ്ങാനും വിളിച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ആദ്യം പിന്നെ പേരാരുണ്ടതാ? ഓർമ്മയാർതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരും. അപ്പൊ ഒരു റസൂലുള്ളാഹിന്റെ ആൾക്കാരാണ് എന്ന് വരാതിരിക്കാൻ വേണ്ടി പടച്ചോനെ അവരിട്ട പേരാണ് വഹാബികൾ. അതെന്തായി പോയി? അള്ളാന്റെ ആൾക്കാര് എന്നായിപ്പോയി. അത് നമുക്കൊരു അലങ്കാരായിട്ടാണ് കൂട്ടാം അല്ലേ. ഏത് പാർട്ടിക്ക്, ഏത് പിന്നെ കക്ഷിയിലുള്ള ആൾക്കാരാണെങ്കിലും, ഏത് സംഘടനയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ആരുടെ ആളായാൽ മതി? നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായാൽ മതി അല്ലേ. അള്ളാഹുവിന്റെ ആളുകളാവുക, അത് നമ്മൾ പറയണതല്ലേ. ഏത്? ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അങ്ങനല്ലേ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും ഞാൻ അനുഷ്ഠിക്കുന്ന സകലമായ ഇബാദത്തുകളും റബ്ബുൽ ആലമീന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതാണ്. അവന് പങ്കുകാരില്ല, ഞാൻ അതിനോട്ട് തയ്യാറുമല്ല. അങ്ങനെ പാടില്ല എന്ന് എനിക്ക് കൽപ്പനയുമുണ്ട്. ഞാൻ സമ്പൂർണമായി അള്ളാഹുവിന് വിധേയനാണ്. കടന്നോട്ടെ അല്ലേ. ആ ഒരു നിലപാട് നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ നമ്മൾ ഏത് ടീമിൽ മെമ്പർഷിപ്പ് എടുത്താലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ആ നിലപാടില്ലാത്തിടത്തോളം കാലം നമ്മൾ ഏത് ടീമിൽ മെമ്പർഷിപ്പ് എടുത്താലും അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ ഫലമ്മ ജാഅഹും ബിൽ ബയ്യിനാത്തി ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ. എന്നിട്ട് അല്ലാഹ് പറയുന്നത് വമൻ അദ്ലമു, ഇതിനേക്കാൾ കൂടുതൽ അക്രമം പ്രവർത്തിക്കുന്നവൻ ആരുണ്ട്? ഏതിനേക്കാൾ? മിമ്മൻ, താഴെ പറയുന്നവരെക്കാൾ എന്നാണ്. അല്ല പഠിച്ചിട്ടോളെ. താഴെ പറയുന്ന വിഭാഗത്തെക്കാൾ വലിയ കുറ്റകൃത്യം ചെയ്യുന്ന പാപികൾ, അക്രമികൾ ആരുണ്ട്? ആരാ താഴെ പറയുന്നവർ? ആരാണ്? മിമ്മൻ ഇഫ്തറാ, കെട്ടിക്കൂട്ടി അലല്ലാഹി, അള്ളാഹുവിന്റെ മേലൽ കദിബ, കളവ് പറയുന്നവർ. എളുപ്പയില്ലേ? അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിക്കൂട്ടി പറയുന്നവരെക്കാൾ വലിയ അക്രമം പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും? അതിനേക്കാൾ വലിയ കൊടിയ അക്രമല്ലണോ? വഹുവ യുദ്അ ഇലൽ ഇസ്ലാം,
ഇസ്ലാമിലേക്ക് നിരന്തരമായി വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലും അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയോ അതിനേക്കാൾ വലിയ അക്രമം വേറെയില്ല. അതിനാൽ തന്നെ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ഒരു ജനവിഭാഗത്തെയും അള്ളാഹുട്ട് ഹിദായത്ത് നൽകി പിന്നെ അംഗീകരിക്കുകയുമില്ല. കഴിഞ്ഞില്ലേ? ഇവരുടെ ലക്ഷ്യം എന്താ? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, ഇവർ പരമാവധി ബിഅഫ്വാഹിഹിം, അവരുടെ നാവ് കൊണ്ട്, വാക്കുകൊണ്ട്. ഇപ്പൊ വാക്കല്ല, വാക്കും എഴുത്തും പ്രവൃത്തിയും ഇന്റർനെറ്റ് സൗകര്യങ്ങളും മൊത്തം ഉപയോഗപ്പെടുത്തി യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമമാണ്. അല്ലേ? ഈ അടുത്ത കാലത്ത് നമ്മൾ ഇടക്കിടക്ക് പറയുന്ന ഒരാളുണ്ടല്ലോ, പാപ്പാക്കുറ്റിന് പേരിട്ടത് ആരിഫ് എന്ന പണ്ഡിതന്റെ. ആള് ജാഹില. ഇതുപോലെ അബൂജഹലിന് നാട്ടുകാരിട്ടിരുന്ന പേരെന്തിരുന്നു നിങ്ങള്? അബുൽ ഹക്കം എന്ന്. അബുൽ ഹക്കം യഥാർത്ഥ പേര് അംർ ബിൻ ഹിശാം. അബൂജഹലിന്റെ നാട്ടുകാർ വലിയ പണ്ഡിതൻ എന്ന പേരിട്ട് അബുൽ ഹക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അബുൽ ഹക്കം അല്ല, അവൻ അബൂജഹലാണ്, പൊട്ടൻ എന്നർത്ഥം. എന്നമാതിരി ആരിഫ് എന്ന് പേരിട്ട ഒരു ചങ്ങാതി ഇപ്പൊ വിദേശത്ത് എവിടെ പോയിട്ട് പറഞ്ഞത് സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടെന്നാ. കേട്ടില്ല നിങ്ങള്? എവിടെയാന്ന് ചോദിക്കുമ്പോ തെരഞ്ഞു നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ തെരഞ്ഞ് സംഭവം കാണില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, മക്കളെ നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ വെളിച്ചം ഊതിപ്പെടുത്താൻ വല്ലാഹു മുത്തിമ്മു നൂരി, ഇത് പൂർത്തിയാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടങ്ങുകയുള്ളൂ. നിങ്ങൾ ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ പോയി എന്നല്ലാതെ നിങ്ങളുടെ പരലോകം പോയി നാട്ടുകാർക്ക് മുമ്പിൽ അപമാനിക്കപ്പെട്ടു നിങ്ങളുടെ ബാപ്പക്കും മക്കൾക്കും കുടുംബത്തിനും ഇങ്ങനത്തെ ഒരു സാധനം ജീവിച്ചിരുന്നു എന്ന് പിൽക്കാല തലമുറക്കാർക്ക് പോലും പറയാൻ തോന്നാത്ത രൂപത്തിൽ കുടുംബത്തിനും നാടിനും അപമാനമായി മാറും നിങ്ങൾ. അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പച്ച നുണയാണ്ട് പറയാ. ഇത് ഇന്റർനെറ്റിന്റെ കാലമാണ്. മക്കൾക്ക് ആർക്കും വേണമെങ്കിലും മുസ്ലിമിനോ അമുസ്ലിമിനോ ആണെങ്കിലും ഈ പറയുന്ന സംഗതി അടിച്ചു കൊടുത്താൽ ഇതിന്റെ ശരിയായ രൂപം ഇങ്ങോട്ട് വരുന്ന കാലാണെന്ന് അറിയാതെ എന്തോട് പറയല, എന്തോട് പറയണ്ടേ? എന്തും ഇതൊക്കെ പഴയ കാലത്തെ, പണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായപ്പോ ഞങ്ങളൊക്കെ നാട്ടിൽ പറഞ്ഞിരുന്നു, ഇറാഖിർക്ക് ബാഗ്ദാദിൽ യുദ്ധം ഉണ്ടായ ഒന്നും സംഭവിക്കൂല. കാരണം എന്താ? ബാഗ്ദാദിലും മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ കബറുണ്ട്. അവിടേക്ക് ബോംബ് വന്നാൽ അതൊക്കെ പൂവായിട്ടാണ് വരിക. നമുക്കെന്ത് പോയി നോക്കാൻ വകുപ്പുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ സംഭവം പൊടിഞ്ഞ് അല്ലേ? ഇപ്പൊ കുട്ടികളോടൊക്കാനെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇത് പറയുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ ഒത്ത് പോയി ചിരിക്കണം അല്ലേ? നോക്കൂലേ? ഇപ്പൊ അച്ഛൻ നോണാൻ കാലം മാറിയത് ആരിഫ് മനസ്സിലാക്കിയില്ല. പച്ച ജാകിൽ അപ്പളും. എന്നിട്ട് ഒരു ചങ്ങാതി എന്നൊരു പച്ചക്ക് പൊരിക്കുകയാണ് അല്ലേ? യഹൂദി ജൂത ചാരൻ, സൈനിസ്റ്റ് ചാരൻ, CIA ചാരൻ എന്ന് പറഞ്ഞിട്ട് പച്ചക്ക് പൊരിക്കുകയാണ് ഇയാളെ. ആയത്തെന്ന് വെച്ചാൽ അവർക്ക് കഴിയുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ വല്ലാഹു മുത്തിമ്മു നൂരി, അള്ളാഹു അവന്റെ വെളിച്ചം പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ഏതൊക്കെ നിഷേധികൾക്ക് അത് വെറുപ്പായിരുന്നാലും വിസമ്മതമാണെങ്കിലും അള്ളാഹു അത് പൂർത്തിയാക്കും. അള്ളാഹ് അവിടെ നിലയിറങ്ങി വന്ന് പൂർത്തിയാക്കലല്ലോ. എങ്ങനെയാണ്? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യളുറുഹും മൻ ഖസലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അള്ളാഹു ഖിയാമത്തിന്റെ കൽപ്പന പുറപ്പെടുവിക്കുന്നത് വരെ, കാഹളത്തിൽ ഊതാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നത് വരെ ഹക്കിന്റെ സഹായികളായി ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഉണ്ടാകും, എല്ലാ നാട്ടിലും അവരുണ്ടാകും. എണ്ണി തീർക്കാൻ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരിവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും. അതിന്റെ കൂടെ നമ്മൾ ഉണ്ടോന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. സൂറത്ത് തൗബയിൽ ഈ ആയത്ത് വന്ന എങ്ങനെയാണ്?
യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു എന്ന് അവിടെ കൂട്ടി പറഞ്ഞു അല്ലാഹു. ഇവിടെ വല്ലാഹു മുത്തിമ്മു നൂരിഹി എന്ന് പറഞ്ഞിടക്ക അല്ലാഹു അവിടെ വയഅബല്ലാഹു, അല്ലാഹു സമ്മതിക്കുകയില്ല. അല്ലാഹു സമ്മതിക്കുകയില്ല. എന്തിന്? പരിശുദ്ധ ഖുർആനിന്റെ, പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ വെളിച്ചം മോദിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും അല്ലാഹു സമ്മതിക്കൂല. ഇല്ല യുതിമ്മ നൂറ, ഇത് പൂർത്തിയാക്കാതെ അല്ലാഹു വിടില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് മുമ്പിൽ തൗഹീദ് തെളിവായിട്ടുണ്ടാകും അവരുടെ പരലോക വിചാരണ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ മഹാപണ്ഡിതന്മാർ എഴുതി വെച്ചെന്നറിയോ? അതിന്റെ പേരിലാണ്, അതിനു വേണ്ടിയാണ് ലോകം അല്ലാഹു സംവിധാനിച്ചത്, പടപ്പുകളെ സംവിധാനിച്ചത്. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്, അതിനുവേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ നിയോഗിക്കപ്പെട്ടത്, അതിനുവേണ്ടിയാണ് തുലാസ് സംവിധാനിക്കപ്പെട്ടത്, അതിനുവേണ്ടിയാണ് വിചാരണ സംവിധാനിക്കപ്പെട്ടത്, അതിനുവേണ്ടിയാണ് സ്വർഗവും നരകവും സംവിധാനിക്കപ്പെട്ടതെന്ന ആ വിചാരണക്ക് അള്ളാഹു ഖിയാമത്ത് നാളിന്റെ അന്നുവരെയുള്ള ആളുകളെ വിധേയരാക്കുമ്പോ അവർക്കൊക്കെയും അള്ളാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ തൗഹീദിന്റെ തെളിവുകളും ആളുകളും ഇവിടെ ഉണ്ടാവും. നമ്മളുണ്ടോ എന്നാണ് നോക്കേണ്ടത്. വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂരി വലൗ കരിഹൽ കാഫിറൂൻ എന്നാണ് അവിടെ. ഏത് സത്യനിഷേധി എതിർത്താലും വെറുത്താലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഇതിവിടെ നിലനിൽക്കും. ആ നിലനിൽക്കുന്ന തൗഹീദിന്റെ കൂടെ അത് നമുക്ക് കിട്ടിയതിനേക്കാൾ വിശുദ്ധമായി നമ്മുടെ മക്കൾ തലമുറകളിലേക്ക്, വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള പരിശ്രമമാണ് നമ്മളുടെ ജീവിതത്തിന്റെ നിയോഗം എന്ന് മുസ്ലിമീങ്ങളിൽ ഓരോരുത്തരും മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നതും മാനദണ്ഡമാക്കപ്പെടുന്നതും. ആ തൗഹീദും സുന്നത്തും വരും തലമുറകളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തവർ തൗഹീദിന്റെ അണികളായും സ്വർഗാവകാശികളായും അതിനെതിരെ നിൽക്കുന്നവർ നരകാവകാശികളായും മാറുമെന്നത് പരിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടാണ്, തിരുസുന്നത്തിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തൗഹീദിന്റെ അനുയായികളാവുക, സഹായികളാവുക, അമരക്കാരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.